ദ്വാരപാലക പാളികളും കട്ടിളപ്പാളിയും വീണ്ടും പരിശോധിക്കും. സ്വർണത്തിന്റെ അളവ് കണ്ടെത്താനാണ് പരിശോധന നടത്തുന്നത്. SIT സംഘം സന്നിധാനത്തെ പാളികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കും. ഹൈക്കോടതി അനുമതി തേടിയതിനു ശേഷമാകും നടപടി. പ്രജിത് മോഹനനോട് വീണ്ടും വിവരങ്ങൾ നൽകാൻ. പ്രജിത്ത്, ഇതൊരു നിർണായക പരിശോധന തന്നെയാണ്, ഒരു ഗോൾഡൻ പരിശോധന എന്ന് തന്നെ പറയാം. എത്രത്തോളം നിർണായകമാണ്? എന്തിനാണ് വീണ്ടും ഒരു പരിശോധന? ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് നടത്തിയ ശാസ്ത്രീയ പരിശോധനകളിൽ ആദ്യഘട്ട പരിശോധനകളിൽ പൂർണ്ണമായും ഫലം ലഭിക്കാത്ത സാഹചര്യത്തിൽ തന്നെയാകണം ഈ പരിശോധന ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും നടത്തുന്നത് എന്നുള്ളതാണ്. നഷ്ടമായ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിന് സംശയലേശമന്യേ അത് ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് വീണ്ടും ഒരു പരിശോധനയ്ക്ക് SIT തയ്യാറെടുക്കുന്നത്. കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പപ്പാളികളും എല്ലാം പരിശോധിക്കും. ഇതിനായി ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും സന്നിധാനത്തെത്തി സാമ്പിൾ ശേഖരണമടക്കം വീണ്ടും നടത്തുക. നമുക്കറിയാം, ഇതിന്റെ ആദ്യഘട്ടത്തിലുള്ള പരിശോധന BSSയിൽ നടത്തിയതാണ്. BSSയിൽ നടത്തിയ പരിശോധനാ ഫലങ്ങളിലാണ് ഈ സ്വർണ്ണപ്പാളികൾ എങ്ങനെയാണ് കടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഒരു ധാരണയിലേക്ക് പോകാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ പാളികളിൽ ഉണ്ടായി എന്നുള്ള കാര്യം വന്നത്. നേരത്തെ ഈ ശബരിമലയിലുള്ള പാളികളിൽ നിന്ന് സ്വർണം നീക്കിയതാണെന്നും ശബരിമലയിലെ യഥാർത്ഥ പാളികൾ തന്നെയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. അക്കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ചുറപ്പിക്കുന്നതിന് കൂടിയാണ് ഇപ്പോൾ ഈ പ്രത്യേക പരിശോധനയിലേക്ക് പോകുന്നത്. കൂടുതൽ ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ശബരിമലയിൽ നഷ്ടമായ സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് കണ്ടെത്തുക എന്നുള്ളതിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശബരിമലയിൽ നിന്ന് ഏതാണ്ട് 2 കിലോയോളം വരുന്ന സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു നേരത്തെ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ അത്രയധികം സ്വർണത്തിന്റെ കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 576 ഗ്രാം മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് തിരിച്ചെടുക്കാനായത് എന്നുള്ളതുമുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സ്വർണ്ണപ്പാളികളും അതുപോലെ കട്ടിളപ്പാളികളും പരിശോധിക്കാൻ തയ്യാറെടുക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഏതായാലും പരിശോധനയിൽ അല്ലേ കൂടുതൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരുപാട് നടപടികളും സ്വീകരിക്കുന്നുണ്ടല്ലോ. അതിലൊന്നും വ്യക്തത വരുത്താതെ ഇനി അടുത്ത ഒരു ഘട്ടം ഒരുപക്ഷെ മുഖം രക്ഷിക്കാനുള്ളൊരു നടപടിയായി മാത്രമേ എനിക്കിതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഒരുപാട് തെളിവുകൾ കൺമുന്നിലുണ്ടായിട്ടും അതൊക്കെ അവഗണിച്ച് ഇനി അടുത്ത തെളിവ് തേടി പോവുകയാണ്. എവിടെ ചെന്നെത്തി നിൽക്കും എന്നൊക്കെ നോക്കാം. എന്തായാലും ED എത്തിക്കഴിഞ്ഞു, അതിലാണ് പ്രതീക്ഷ. സുതാര്യമായ ഒരു അന്വേഷണം നമുക്ക് പ്രതീക്ഷിക്കാം.